ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിൻ്റെ റിവിഷൻ ക്ലാസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഭാഗം മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. ആ ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, കോശത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? സൈറ്റോളജിയാണ് കോശത്തെക്കുറിച്ചുള്ള പഠനം. അങ്ങനെയാണെങ്കിൽ കോശം എന്ന് വെച്ചാൽ എന്താണ്? ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകത്തെയാണ് നമ്മൾ കോശം എന്ന് വിളിക്കുന്നത്. 2, സെൽ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം? ചെറിയ മുറി എന്നാണ് അർത്ഥം. സെൽ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ചെറിയ മുറി എന്നാണ്. 3, കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? കോശം ആദ്യമായി കണ്ടെത്തിയത്? റോബർട്ട് ഹുക്കാണ്. 4, കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം ഏതാണ്? മൈക്രോഗ്രാഫിയയാണ്. കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. 5, മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. നമ്മുടെ കോശം കണ്ടുപിടിച്ച റോബർട്ട് ഹുക്കാണ് അതിനെക്കുറിച്ചുള്ള ആദ്യത്തെ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിൻ്റെ പേര് മൈക്രോഗ്രാഫിയ എന്നാണ്. 6, ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകം ഏതാണ്? കോശമാണ്. ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകമാണ് കോശം. 7, കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ആരൊക്കെ ചേർന്നാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? MJ ഷ്ലീഡനും തിയഡോർ ഷ്വാനും ചേർന്നാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് MJ ഷ്ലീഡനും തിയഡോർ ഷ്വാനും ചേർന്നാണ്. 8, ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ആൻഡൺ വാൻ ലിവൻഹുക്കാണ് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത്. കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡൺ വാൻ ലിവൻഹുക്കാണ്. 9, ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗം ഏതാണ്? ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗമാണ് കോശമർമ്മം. കോശമർമ്മം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ് കോശമർമ്മം കണ്ടുപിടിച്ചത്. എപ്പോഴാണ് കോശമർമ്മം കണ്ടുപിടിച്ചത്? 1831 കോശമർമ്മം കണ്ടുപിടിക്കുന്നത്. 10, ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗത്തിന് പറയുന്ന പേര് എന്താണ്? ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗത്തിന് പറയുന്ന പേരാണ് മർമ്മകം. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗത്തിൻ്റെ പേരാണ് മർമ്മകം. 11, റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മർമ്മഭാഗം ഏതാണ്? മർമ്മകമാണ്. റൈബോസോം നിർമ്മാണത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മകം. 12, മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന പേര് എന്താണ്? മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം. 13, മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് എവിടെയാണ്? മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് മർമ്മദ്രവ്യത്തിലാണ്. 14, കോശമർമ്മം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 1831 കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. 15, കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണ്? റൈബോസോമാണ് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. 16, മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് എന്താണ്? മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് റൈബോസോമാണ്. അപ്പം മനുഷ്യ ശരീരത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നതും മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നതും റൈബോസോമാണ്. അങ്ങനെയെങ്കിൽ
കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണ്? ഏത് ഭാഗമാണ്? മൈറ്റോകോൺട്രിയയാണ്. കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ട്രാഫിക് പോലീസാണ് ഗോൾഗി കോംപ്ലക്സ്. 17. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന മർമ്മഭാഗം ഏതാണ്? ഏതാണ്? ക്രൊമാറ്റിൻ ജാലികയാണ്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത് ക്രൊമാറ്റിൻ ജാലികയാണ്. 18. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്തരം ഏതാണ്? ഏതാണ്? മർമ്മസ്തരമാണ്. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്തരമാണ് മർമ്മസ്തരം. 19. കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ അറിയപ്പെടുന്നത് എന്താണ്? എന്താണ്? പ്രോകാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു. കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ പ്രോകാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു. പ്രോകാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നിവയൊക്കെ പ്രോകാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ്. 20. കോശങ്ങളിൽ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികൾ അറിയപ്പെടുന്നത് എന്ത്? എന്താണ്? യുക്കാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു. കോശങ്ങളിൽ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികളാണ് യുക്കാരിയോട്ടുകൾ. മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് പ്രൊക്കാരിയോട്ടുകൾ. മർമ്മം കാണപ്പെടുന്ന ജീവികളാണ് യുക്കാരിയോട്ടുകൾ. യുക്കാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് സസ്യകോശം, ജന്തുകോശം എന്നിവ. 21. ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗം ഏതാണ്? ഏതാണ്? ക്രൊമാറ്റിൻ ജാലികയാണ്. ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക. 22. മർമ്മസ്തരത്തിലെ സുഷിരങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? മർമ്മസ്തരത്തിലെ സുഷിരങ്ങൾക്ക് പറയുന്ന പേരാണ് മർമ്മരന്ധ്രം. 23. കോശത്തിൻ്റെ ആവരണത്തിന് പറയുന്ന പേരെന്താണ്? കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. 24. ഒരു ജന്തുകോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഏതാണ്? ഏതാണ്? കോശസ്തരമാണ് ജന്തുകോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം. പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നത് ആരാണ്? കോശസ്തരമാണ്. പദാർത്ഥങ്ങൾ കോശത്തിൻ്റെ അകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നത് കോശസ്തരമാണ്. 25. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് ആരാണ്? ആരാണ്? മർമ്മരന്ധ്രമാണ്. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനമാണെങ്കിൽ മർമ്മരന്ധ്രമാണ്. കോശത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനമാണെങ്കിൽ ഏതാണ്? കോശസ്തരമാണ് നിയന്ത്രിക്കുന്നത്. 26. ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? കോശദ്രവ്യം എന്നറിയപ്പെടുന്നു. ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം എന്നാണ്. എങ്കിൽ ജീവദ്രവ്യം എന്താണ്? കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നതാണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം. ജീവദ്രവ്യം എന്താണ്? കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നതാണ് ജീവദ്രവ്യം. ജീവന്റെ അടിസ്ഥാന കണിക എന്നറിയപ്പെടുന്നത് ഈ ജീവദ്രവ്യമാണ്. 27. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യപദാർത്ഥം ഏതാണ്? ഏതാണ്? കോശദ്രവ്യമാണ്. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യപദാർത്ഥമാണ് കോശദ്രവ്യം. 28. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? എന്താണ്? കോശാംഗങ്ങൾ എന്നറിയപ്പെടുന്നു. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. 29. ജന്തുകോശം കണ്ടെത്തിയത് ആരാണ്? ആരാണ്? തിയഡോർ ഷ്വാൻ ആണ് ജന്തുകോശം കണ്ടെത്തിയത്. എപ്പോഴാണ് ജന്തുകോശം കണ്ടെത്തിയത്? 1839 ജന്തുകോശം കണ്ടെത്തുന്നത്. അപ്പോൾ ജന്തുകോശം കണ്ടെത്തിയത് തിയഡോർ ഷ്വാൻ ആണ്. 1839 കണ്ടെത്തുന്നത്.
30 കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് എന്താണ്? എന്താണ്? ജീവദ്രവ്യം എന്നറിയപ്പെടുന്നു. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നതാണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന്. 31 കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ഏതാണ്? സെൻട്രോസോമാണ്. സെൻട്രിയോളുകൾ കാണപ്പെടുന്ന ഭാഗമാണ് സെൻട്രോസോം. 32 സസ്യകോശം കണ്ടെത്തിയത് ആരാണ്? ആരാണ്? MJ ഷ്ലീഡനാണ് സസ്യകോശം കണ്ടെത്തിയത്. എപ്പോഴാണ് സസ്യകോശം കണ്ടെത്തിയത്? 1838 സസ്യകോശം കണ്ടെത്തുന്നത്. അപ്പോൾ സസ്യകോശം കണ്ടെത്തിയത് 1838 ജന്തുകോശം കണ്ടെത്തിയത് 1839 33 കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗം ഏതാണ്? ഏതാണ്? ലൈസോസോമാണ്. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗമാണ് ലൈസോസോം. അതുകൊണ്ട് തന്നെ ലൈസോസോം അറിയപ്പെടുന്നത് എന്തൊക്കെയാണ്? ആത്മഹത്യാ സഞ്ചികൾ, ഡൈജസ്റ്റീവ് ബാഗ്, ഡെമോളിഷൻ സ്ക്വാഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ലൈസോസോമാണ്. ആത്മഹത്യാ സഞ്ചികൾ, ഡൈജസ്റ്റീവ് ബാഗ്, ഡെമോളിഷൻ സ്ക്വാഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ലൈസോസോമാണ്. 34 ഒരു കോശത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന കോശഭാഗം ഏതാണ്? ഏതാണ്? മൈറ്റോകോൺട്രിയയാണ്. ഒരു കോശത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന കോശഭാഗമാണ് മൈറ്റോകോൺട്രിയ. കോശത്തിലെ എനർജി സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ATPയുടെ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. 35 ഒരു കോശത്തിൻ്റെ പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ നിലയം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഏതാണ്? മൈറ്റോകോൺട്രിയയാണ്. ഒരു കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് മൈറ്റോകോൺട്രിയ. 36 ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഏതാണ്? സെൻട്രോസോമാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. 37 കരൾ, തലച്ചോർ, പേശികൾ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗം ഏതാണ്? ഏതാണ്? മൈറ്റോകോൺട്രിയയാണ്. കരൾ, തലച്ചോർ, പേശികൾ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. 38 കോശത്തെ സമീപ കോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗം ഏതാണ്? ഏതാണ്? സ്തരാവരണമാണ്. കോശത്തെ സമീപ കോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗമാണ് സ്തരാവരണം. 39 കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശഭാഗം ഏതാണ്? ഏതാണ്? അന്തർദ്രവ്യജാലികയാണ്. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശഭാഗമാണ് അന്തർദ്രവ്യജാലിക. 40 കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശഭാഗം ഏതാണ്? ഏതാണ്? അന്തർദ്രവ്യജാലിക. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശഭാഗം അന്തർദ്രവ്യജാലികയാണ്. അതുകൊണ്ട് തന്നെ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നതും അന്തർദ്രവ്യജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. 41 കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശഭാഗം ഏതാണ്? ഏതാണ്? അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അന്തർദ്രവ്യജാലികയാണ്. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശഭാഗമാണ് അന്തർദ്രവ്യജാലിക. 42 രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശഭാഗം ഏതാണ്? ഏതാണ്? ഗോൾഗി കോംപ്ലക്സ് ആണ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശഭാഗമാണ് ഗോൾജി കോംപ്ലക്സ്. 43 കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തു എന്താണ്? എന്താണ്? സെല്ലുലോസ് ആണ്. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. 44
ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗം ഏതാണ്? ഏതാണ്? ഫേനമാണ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗമാണ് ഫേനം. 45. ഒരു കോശം മാത്രമുള്ള ജീവികളെ വിളിക്കുന്ന പേരെന്താണ്? ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. 46. ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സവിശേഷ സ്തരം ഏതാണ്? ഏതാണ്? ടോണോപ്ലാസ്റ്റ് ആണ്. ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സവിശേഷ സ്തരമാണ് ടോണോപ്ലാസ്റ്റ്. 47. രണ്ടോ അതിലധികമോ കോശങ്ങൾ ഉള്ള ജീവികളെ എന്ത് വിളിക്കുന്നു? എന്ത് വിളിക്കുന്നു? ബഹുകോശ ജീവികൾ എന്ന് വിളിക്കുന്നു. രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. 48. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണം ഏതാണ്? ഏതാണ്? സസ്യങ്ങളും ജന്തുക്കളുമാണ് ബഹുകോശ ജീവികൾക്ക് ഉദാഹരണം. 49. ശരീരകോശങ്ങളിലെ കോശവിഭജനം എങ്ങനെയുള്ളതാണ്? എങ്ങനെയുള്ളതാണ്? ക്രമഭംഗമാണ്. വളർച്ചയ്ക്ക് സഹായിക്കുന്ന കോശവിഭജനമാണ് ക്രമഭംഗം. ശരീരകോശങ്ങളിലെ കോശവിഭജനം ക്രമഭംഗമാണ്. 50. പ്രത്യുൽപാദന കോശങ്ങളിലെ കോശവിഭജനം ഏതാണ്? ഏതാണ്? ഊനഭംഗമാണ്. പ്രത്യുൽപാദന കോശങ്ങളിലെ കോശവിഭജനമാണ് ഊനഭംഗം. 51. കോശവിഭജന ഫലമായി ഉണ്ടാകുന്ന കോശം ഏതാണ്? ഏതാണ്? പുത്രികാകോശമാണ്. കോശവിഭജന ഫലമായി ഉണ്ടാകുന്ന കോശമാണ് പുത്രികാകോശം. 52. ക്രമഭംഗത്തിലെ പുത്രികാകോശങ്ങൾ എത്രയാണ്? ക്രമഭംഗത്തിലൂടെ എത്ര പുത്രികാകോശങ്ങളാണ് ഉണ്ടാകുന്നത്? 2 പുത്രികാകോശങ്ങളാണ് ഉണ്ടാകുന്നത്. 53. ഊനഭംഗത്തിലെ പുത്രികാകോശങ്ങൾ. ഊനഭംഗത്തിലൂടെ എത്ര പുത്രികാകോശങ്ങൾ ഉണ്ടാകുന്നു? 4 പുത്രികാകോശങ്ങൾ ഉണ്ടാകുന്നു. ക്രമഭംഗത്തിലൂടെ 2 പുത്രികാകോശങ്ങളും ഊനഭംഗത്തിലൂടെ 4 പുത്രികാകോശങ്ങളുമാണ് ഉണ്ടാവുന്നത്. 54. പ്രൊക്കാരിയോട്ടിൽ നടക്കുന്ന കോശവിഭജനം ഏത് തരം കോശവിഭജനമാണ്? ഏത് തരമാണ്? ദ്വിവിഭജനമാണ്. പ്രൊക്കാരിയോട്ടുകളിലെ കോശവിഭജനം ദ്വിവിഭജനമാണ്. 55. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഏത് കോശാംഗമാണ്? ഏതാണ്? ഗോൾജി കോംപ്ലക്സ് ആണ് കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത്. 56. കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജം സ്വതന്ത്രമാവുന്ന പ്രക്രിയ ഏതാണ്? ഏതാണ്? കോശശ്വസനമാണ്. കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശശ്വസനം. 57. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് ഏതാണ്? എന്താണ്? എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യജാലികയാണ് കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത്. 58. കോശശ്വസന ഫലമായി ഊർജം നിർമ്മിക്കപ്പെടുന്നത് ഏത് രൂപത്തിലാണ്? ഏത് രൂപത്തിലാണ്? ATPയുടെ രൂപത്തിലാണ്. കോശശ്വസന ഫലമായി ഊർജം നിർമ്മിക്കപ്പെടുന്നത് ATPയുടെ രൂപത്തിലാണ്. 59. ATPയുടെ പൂർണ്ണ രൂപം എന്താണ്? എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. ATPയുടെ പൂർണ്ണ രൂപം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നതാണ്. 60. ഒരു കോശശ്വസനത്തിൻ്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും സ്വതന്ത്രമാകുന്ന ATPകളുടെ എണ്ണം എത്രയാണ്? എത്രയാണ്? 30 ATP ആണ്. ഒരു കോശശ്വസനത്തിൻ്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും സ്വതന്ത്രമാകുന്ന ATPകളുടെ എണ്ണമാണ് 30. 61. കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് എന്താണ്? എന്താണ്? ATP ആണ്. കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. 62. കോശശ്വസനത്തിൻ്റെ 1-ാം ഘട്ടം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? എന്ത് പേരിലാണ്? ഗ്ലൈക്കോലിസിസ് എന്നറിയപ്പെടുന്നു. കോശശ്വസനത്തിൻ്റെ 1-ാം ഘട്ടം ഗ്ലൈക്കോലിസിസ് എന്നാണ് അറിയപ്പെടുന്നത്. 63. ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന കോശശ്വസനം ഏതാണ്? ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്നത് ഗ്ലൈക്കോലിസിസ് ആണ്. ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന കോശശ്വസനത്തിൻ്റെ ഘട്ടമാണ് ഗ്ലൈക്കോലിസിസ്. 64.
ഗ്ലൈക്കോലിസിസിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? 2 ATP തന്മാത്രകളാണ് ഗ്ലൈക്കോലിസിസിലൂടെ ലഭ്യമാകുന്നത്. 65 ക്രബ്സ് പരിവൃത്തിയിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? 28 എണ്ണമാണ്. ക്രബ്സ് പരിവൃത്തിയിലൂടെ 28 ATP തന്മാത്രകളും ഗ്ലൈക്കോലിസിസിലൂടെ 2 തന്മാത്രകളുമാണ് കിട്ടുന്നത്. അങ്ങനെ മൊത്തം 30 എണ്ണമാണ് കോശശ്വസനത്തിലൂടെ ലഭിക്കുന്നത്. 66 കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസ് വിഘടിച്ച് പൈറുവിക് ആസിഡായി മാറുന്ന പ്രക്രിയ ഏതാണ്? ഗ്ലൈക്കോലിസിസ് ആണ്. കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസ് വിഘടിച്ച് പൈറുവിക് ആസിഡായി മാറുന്ന പ്രക്രിയയാണ് ഗ്ലൈക്കോലിസിസ്. 67 താഴെ പറയുന്നവയിൽ കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഗ്ലൈക്കോലിസിസ് ആണ്. കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നത് ഗ്ലൈക്കോലിസിസ് ആണ്. 68 മൈറ്റോകോൺട്രിയയിൽ വെച്ച് പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്ന പ്രക്രിയ ഏതാണ്? ക്രബ്സ് പരിവൃത്തിയാണ്. ക്രബ്സ് പരിവൃത്തിയിലാണ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്നത്. 69 താഴെ പറയുന്നവയിൽ ഓക്സിജൻ ആവശ്യമായ പ്രവർത്തനം ഏതാണ്? ക്രബ്സ് പരിവൃത്തിയാണ്. ക്രബ്സ് പരിവൃത്തിക്കാണ് ഓക്സിജൻ ആവശ്യമായിട്ടുള്ളത്. 70 കോശശ്വസനത്തിൻ്റെ 2ാം ഘട്ടം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ക്രബ്സ് പരിവൃത്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോശശ്വസനത്തിൻ്റെ 2ാം ഘട്ടം ക്രബ്സ് പരിവൃത്തി എന്നറിയപ്പെടുന്നു. 71 ഒരു സസ്യകോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഏതാണ്? കോശഭിത്തിയാണ്. സസ്യകോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശഭിത്തി. 72 ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗം ഏതാണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗമാണ് ഗോൾജി കോംപ്ലക്സ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.